രാമായണത്തിൻ്റെ ഓർമ്മകളും ഭക്തിയും നിറയുന്ന മാസമാണ് കർക്കിടകം. വീടുകളിൽ രാമായണ പാരായണവും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടത്തുമ്പോൾ വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ നടത്തിവരുന്ന ആചാരങ്ങളിലൊന്നാണ് നാലമ്പല ദർശനം. കർക്കിടകത്തിലെ രാമായണ സ്മൃതികളിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലൂടെയുള്ള നാലമ്പല യാത്ര നമ്മൾ ഡിവൈൻ ട്രെയിൽസിൽ കണ്ടുകഴിഞ്ഞു. എന്നാൽ ഈ നാലമ്പലങ്ങളും ഒരുമിച്ച് ദർശിക്കാൻ കഴിയാത്തവർക്ക് പകരം ഒരൊറ്റ ക്ഷേത്രത്തിലെ ദർശനം കൊണ്ട് അതേ പുണ്യം നേടുമെന്നാണ് വിശ്വാസം. അങ്ങനെയൊരു ക്ഷേത്രത്തിലാണ് ഇന്ന് ഡിവൈൻ ട്രെയിൽസ് ഉള്ളത്. ചിറളയം ശ്രീരാമക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുന്നംകുളത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ ക്ഷേത്രം. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ ശ്രീലകത്തെ പ്രതിഷ്ഠയും ഏറെ സവിശേഷമാണ്. മധ്യത്തിൽ ശ്രീരാമൻ, വലതുഭാഗത്ത് ലക്ഷ്മണൻ, ഇടതുഭാഗത്ത് സീതാദേവി, വലതുഭാഗത്ത് പിറകിലായി ഹനുമാൻ സ്വാമി, പട്ടാഭിഷിക്തനായ ശ്രീരാമനോടൊപ്പം ഭരത ശത്രുഘ്ന സാന്നിധ്യവുമുണ്ടെന്നാണ് വിശ്വാസം. രാമരാവണ യുദ്ധത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമൻ ചക്രവർത്തിയായി സ്ഥാനമേറ്റ പട്ടാഭിഷേക സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പട്ടാഭിഷേക സമയത്ത് എല്ലാവരും കൂടെയുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ചിറളയം രാജകുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. രാജകുടുംബം ആരാധിച്ചു പോന്ന മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നിലവിൽ രാജകുടുംബത്തിലെ ഇന്നത്തെ തലമുറയും ട്രസ്റ്റുമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇവിടുത്തെ ഉപദേവതകൾ എന്ന് പറയുന്നത് ഗണപതി, മഹാദേവൻ, വേട്ടേക്കരൻ, നാഗങ്ങൾ, തിരുമാന്താംകുന്ന് ഭഗവതി എന്നിവരാണ്. ഇത് തിരുമാന്താംകുന്ന് ഭഗവതിയുടെ തട്ട് വഴിപാടാണ്. ചിറളയം രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രം അല്ലേ? ഞങ്ങൾ ശരിക്ക് കക്കാട്ട് കാർന്നപ്പാട് ആ സ്ഥാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബട്ടേരി ഞങ്ങൾ ശരിക്കും ആദ്യം അറിഞ്ഞിരുന്നു. ബ്രാഹ്മണനായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെരുമാളെ കൊന്നതാണ് കാരണം. ഞങ്ങൾ തന്നെത്താൻ മറ്റവരുടെ കൂടെ ഇരിക്കാതെ താന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാജസ്ഥാൻ തന്നിട്ട് ഞങ്ങളെ വിട്ടതാണ് അവർ. ചിറളയം രാജകുടുംബം ചിറളയം രാജകുടുംബം മാത്രമല്ല, ഞങ്ങൾ 6 മക്കളുണ്ടായിരുന്നു അന്ന് ബട്ടേരിക്ക്. ഞങ്ങൾ മനക്കുളം, ഇരിങ്ങാട്, ചുറ്റഞ്ഞൂർ, കുമരപുരം, നമ്മുടെ ആനായിക്കിൽ ഒരു പാലസ് ഉണ്ടായിരുന്നു. 6 പേരായിരുന്നു. അതിൽ ഞങ്ങൾക്ക് 4 പേർക്കേ ഇവിടെ അധികാരമുള്ളൂ. കാർന്നപ്പാടിന് അധികാരമുള്ളൂ. ചിറളയം, മനക്കുളം, ചുറ്റഞ്ഞൂർ, ഇരിങ്ങാട്, കുമരപുരം, ഇവർക്ക് 4 കുടുംബക്കാർക്കേ ഉള്ളൂ. മറ്റൊരു മലബാറിലാണ്, അവർക്കത് അധികാരമില്ല ഇവിടെ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസം തുടങ്ങി. ട്രസ്റ്റിന്റെ കീഴിലാണ്. 21 മുതൽക്ക് ട്രസ്റ്റ് കീഴിലാണ്. 2021 മുതൽക്ക് അതുവരെ അപ്പോൾ കമ്മിറ്റിയായിട്ട് നടത്തിയായിട്ട് ശരിയായില്ല. എന്നിട്ട് 1 കൊല്ലം പൂട്ടിയിട്ടു. അമ്പലം ആരും വരുന്നില്ല. 86 മുതൽക്ക് 87 വരെ 1 കൊല്ലം കറക്റ്റായിട്ട് പൂട്ടി. അമ്പലം പൂട്ടിയിട്ടു. ഇതിന് നടത്താൻ ആൾക്കാരുണ്ടായിരുന്നു. അവർ ചെയ്യാറില്ല നടത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് കൂട്ടിയാൽ പറ്റില്ല, നല്ല ചിലവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ ഒറ്റയ്ക്ക് കൂട്ടിയാൽ പറ്റില്ല. അത് കാരണം ഞങ്ങൾ ആരെങ്കിലും മറ്റൊരു ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. ഞാൻ താക്കോൽ അവരെടുത്ത് കൊണ്ടുകൊടുത്തു. അവർ താക്കോലും മേടിച്ചില്ല. അപ്പോൾ താക്കോൽ ഞാൻ എൻ്റെ അവിടെ പൂജാമുറി ഉണ്ട്, അവിടെ വെച്ചു. അത് എപ്പോഴെങ്കിലും അവരും ചോദിച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ വന്ന് ചോദിച്ചു.
ഞാൻ കൊടുത്തു. അവരും നോക്കിയില്ല. അവർ ഈ ഒരു വർഷം പൂട്ടിയിട്ടിരുന്നു എന്ന് പറയുന്നില്ലേ, അതിപ്പോ 2021 86 മുതൽ 87 വരെ 1980-കളിലാണ് 86 87 പൂട്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തുറന്നു 87. ഭക്തജനങ്ങളാണോ നോക്കിക്കൊണ്ടിരുന്നത്? അല്ല, അപ്പോഴും കമ്മിറ്റി ഞാൻ തന്നെയായിരുന്നു, അന്നും തന്നെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ കമ്മിറ്റി ട്രസ്റ്റ് വെച്ചു. അപ്പോൾ ഞാൻ ട്രസ്റ്റ് ചെയ്യണപ്പോൾ ട്രസ്റ്റിയുടെ ഞാനാണ്. പിന്നെ 3 താവഴിക്കാരുണ്ട് ഇവിടെ. 3 താവഴിയിൽ നിന്ന് ഓരോരുത്തർ, ഞാനും അങ്ങനെ 3 ആളെ വെച്ചിട്ടുള്ളൂ. പിന്നെ കമ്മിറ്റിക്കാർ 27 പേരുണ്ട് ഞങ്ങൾ കമ്മിറ്റിക്കാർ. എല്ലാവരും സുഖമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. രാമായണ മാസത്തിൽ ഒരുപാട് തിരക്കുണ്ട് തോന്നുന്നല്ലേ? അതെ, സാധാരണയിലും അപേക്ഷിച്ച് തിരക്ക് ഇക്കൊല്ലം കൂടുതൽ തിരക്കുണ്ട്. കൂടുതൽ തിരക്ക് കഴിഞ്ഞിടത്തിന് ഇരട്ടി തിരക്കുണ്ട്. ഇരട്ടിയല്ല, അതിലും കൂടുതലുണ്ട്. പ്രത്യേകിച്ചിട്ട് എന്താണ് രാമായണ മാസത്തിൽ നമ്മുടെ അമ്പലത്തിലുള്ളത്? രാമായണ പാരായണം, പിന്നെ അന്നദാനമുണ്ട്. അത്രയും പതിവുള്ളൂ. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ അന്നദാനം ഇല്ല. അത് പിന്നെ ഇതിന് മാത്രമേ ഉള്ളൂ. ഇതുണ്ട്, തന്ത്രി പൂജയുണ്ട്. തന്ത്രി പൂജയിൽ അന്ന് ഈ പുണർന്ന നല്ലത്. ഇന്ന് തന്ത്രി പൂജയുള്ള ദിവസമാണ്. ഇന്ന് അന്നദാനമുള്ള ദിവസമാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഇന്ന് കർക്കിടകമായതുകൊണ്ട് ഒരുമിച്ച് വെച്ച് മാത്രമേ ഉള്ളൂ. പുണർന്ന നാളിലാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. അച്ഛാ ഇവിടെ പുണർത്താണ് പ്രതിഷ്ഠ ശ്രീരാമൻ്റെ. അപ്പോൾ അത് പ്രതിഷ്ഠാദിനം കൊണ്ടാടുന്നുണ്ട്. ഞങ്ങൾ ഏപ്രിൽ, ഇപ്പോൾ ഈ ഇത്തവണ ഏപ്രിൽ 14 തീയതി വരണേ. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ അതെ, മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമായിട്ടാണ് ഇവിടെ സാധാരണ പ്രതിഷ്ഠാനം വരാറ്. ഇത്തവണ മാർച്ച് 14 തീയതി വരുന്നത്. എന്നാലും ഒരുപാട് സന്തോഷമായില്ലേ അല്ലേ? ഒരു കാലത്ത് പൂട്ടിയിട്ട് ഒരു അമ്പലം ഇത്രയും ആൾക്കാരുടെ തിരക്ക് നടത്താൻ പറ്റില്ല. ഇങ്ങനെ നടത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ കമ്മിറ്റി അത് ഒപ്പം നിൽക്കുന്നുണ്ട്. അത് കാരണം ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള ഏകാദശി, അതുപോലെ ദ്വാദശി ഊട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ദ്വാദശി ഊട്ടിൻ്റെ ഇതുവരെ കൊണ്ടുവരുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ അതുപോലെ ഗുരുവായൂർ ഏകാദശിക്ക് ഉദയാസ്തമന പൂജ, അതുപോലെ ഏകാദശി എല്ലാ വിളക്ക് അതൊക്കെ നടത്തിയിരുന്നത് ചെർളയം രാജകുടുംബത്തിൽ നിന്നല്ലേ? അത് അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധർമ്മദൈവമാണല്ലോ. പിന്നെ 1961 ഇത് നിർത്തിയത്. ഗുരുവായൂർ അമ്പലത്തിലെ തീപിടുത്തത്തോടനുബന്ധിച്ചിട്ടാണ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കലും അങ്ങനെ അവസാനിപ്പിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഗുരുവായൂർ അമ്പലം തന്നെ ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് കൊടുക്കുന്നു, അങ്ങനെ ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ കേട്ടു തിരുമാന്താംകുന്ന് ഭഗവതിയുടെ കുങ്കുമം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെനിക്ക് തോന്നുന്നു മറ്റമ്പലങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. നമ്മൾ വാങ്ങിക്കുന്നതല്ല, ഒരു കെമിക്കൽ മിക്സിംഗ് ഇല്ലാത്തൊരു കുങ്കുമമാണ്. നമ്മൾ തന്നെ ഇവിടെ പ്രോസസ് ചെയ്തെടുത്തിട്ട് കൊടുക്കുന്നത്. അതിപ്പോ എത്ര കാലമായി? അതിപ്പോ അധികമായിട്ടില്ല, 2-3 വർഷമായിട്ടുള്ളൂ അത് ചെയ്തു തുടങ്ങിയിട്ട്. രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണ വായനയാണ് അല്ലേ? രാമായണം വായന ഈ കർക്കിടകത്തില് 31 ദിവസം ഉണ്ടാവും. അത് കൂടാതെ തന്നെ നമ്മൾ ഈ രാമായണത്തിലെ പ്രധാന ഭാഗമാണല്ലോ സുന്ദരകാന്ഡം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് രാമായണത്തിന്റെ മുഴുവൻ സംഗ്രഹം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ആ രാമായണം. സുന്ദരകാന്ഡം വായിച്ചാൽ വളരെയധികം പ്രത്യേകത ഉണ്ട്. ഹനുമാന്റെ പ്രവേശനവും അതുപോലെ തന്നെ ലങ്കാദഹനവും എല്ലാം ഒരുപാടായിട്ട് നമുക്ക് ഒരു ഭക്തർക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം. അത് സ്വയം അവർക്ക് വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ സാന്നിധ്യത്തിൽ സുന്ദരകാന്ഡത്തിന് മാത്രമാണ് അങ്ങനെ ഒരു വഴിപാടുള്ളത്. രാവിലെ 8 മുതൽ 9:40 വരെ ഉണ്ടാവും. അവരുടെ സാന്നിധ്യത്തിൽ വായിച്ച് പാരായണം ചെയ്ത് കൊടുക്കും. വളരെയധികം ആൾക്കാർ വഴിപാടാക്കുന്നതാണ് അത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഹനുമാന് ഒരു പറ അവിൽ, അത് 2029 വരെ അങ്ങാണ്ട് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടു. ഈ ഹനുമാന് ഒരു പറ കുഴച്ച അവൽ നിവേദ്യം, അതായത് അത് 30 ശനിയാഴ്ചകളിലാണ് ഏറ്റവും പ്രധാനം. ആ 30 ശനിയാഴ്ചകളിലുള്ള വഴിപാട് 2029 വരെ ഓൾറെഡി ബുക്കിംഗ് ആയി കഴിഞ്ഞു. മറ്റു ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഈ 30 ശനിയാഴ്ചയാണ് 2029 വരെ ബുക്കിംഗ് ആയി കഴിഞ്ഞു. അപ്പോൾ ആൾക്കാർ ഇത് അറിഞ്ഞറിഞ്ഞ് ബുക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഏൽപ്പിക്കുന്നതാണ്. നാലമ്പലം ഒന്നിച്ച് തൊഴാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് ദർശനം കിട്ടിയാൽ പുണ്യം കിട്ടുമെന്നാണ് അല്ലേ? അതായത് ഈ മറ്റുള്ള അമ്പലം എന്ന് പറഞ്ഞാൽ 4 അമ്പലത്തിലേക്ക് പോകണം. ഇവിടെ എന്ന് പറഞ്ഞാൽ 4 അമ്പലം, 4 പേരും ഒരേ ശ്രീകോവിലിനുള്ള, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ ശ്രീകോവിലിനുള്ള, വേറെ 4 അമ്പലം അല്ല. അപ്പോൾ ആ പട്ടാഭിഷേക സങ്കല്പത്തിന്റെ ഏറ്റവും വലിയ മഹത്വമാണത്. അപ്പോൾ 4 അമ്പല ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തൊഴുതാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ
മഠത്തിൽമുണ്ടയിലെ ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രം തന്ത്രിയാണ്. ഈ ക്ഷേത്ര സങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ ക്ഷേത്രം എന്നുള്ള വാക്ക് തന്നെ ക്ഷയാൽ ത്രായതേ ക്ഷേത്രം എന്നാണ്. നമുക്ക് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യിക്കണം. അതിനാണ് ക്ഷേത്ര സങ്കല്പം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ഷേത്രം തന്നെയാണ്. കാരണം എന്താ, അതിൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ആ ചൈതന്യം, ആ ചൈതന്യത്തെ സംരക്ഷിക്കുന്ന ചുമതല നമ്മുടെ ശരീരത്തിനുണ്ട്, ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ഈ നമ്മുടെ ക്ഷയത്തിൽ നിന്നും അല്ലെങ്കിൽ ക്ഷതങ്ങളിൽ നിന്നും ഒക്കെ ത്രാണനം ചെയ്യിപ്പിക്കുവാൻ ക്ഷേത്രത്തിന് സാധിക്കുന്നതാണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് പറയുമ്പോൾ ഇവിടുത്തെ സങ്കല്പം പറയുമ്പോൾ നമുക്ക് ചകളയം ശ്രീരാമസ്വാമി എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ സങ്കല്പം തന്നെ ഒരു ശ്രീരാമ പട്ടാഭിഷേക സങ്കല്പത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സാന്നിധ്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് നാലമ്പല ദർശനം എന്ന് പറഞ്ഞിട്ട് പല അമ്പലങ്ങളിൽ പോകുന്നതിന് പകരം ഇവിടെ ഈ 4 സാന്നിധ്യങ്ങളെയും ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മാഹാത്മ്യം. അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാവിധാനങ്ങളും പല പ്രത്യേകതകളുണ്ട്. ഇവിടെ ത്രികാല പൂജയായിട്ടാണ് ഉള്ളില്. ഭഗവതിക്ക് 2 പൂജ തുടങ്ങിയിട്ട് അവിടുത്തെ ഒരു പഴയ കാലം മുതലുള്ള ഒരു ചിട്ടാ വ്യവസ്ഥയുണ്ട്. ഇത് പഴയ കാലത്തെ രാജഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പോൾ ഗുരുവായൂർക്ക് തന്നെ ഇവിടുന്ന് കൊണ്ടുപോയെന്നുള്ള ഒരു കഥകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഭീമാകാരനായ ഈ അരയാൽ. മൂലധോ ബ്രഹ്മരൂപായ മധ്യധോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമ. ഇപ്രകാരം ജപിച്ചുകൊണ്ട് അരയാലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യണമെന്നാണ് വിശ്വാസം. ഇതാണ് ക്ഷേത്രത്തിലെ മീനൂട്ട് വഴിപാട് നടത്തുന്ന ക്ഷേത്രക്കുളം. ഇവിടെ വന്നാണ് ഭക്തർ മീനൂട്ട് വഴിപാട് നടത്തുന്നത്. നമുക്കറിയാം, ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ഹനുമാൻ. മറ്റ് ശ്രീരാമക്ഷേത്രങ്ങളിൽ എന്ന പോലെ ഇവിടെയും ഹനുമാൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. കർക്കിടക മാസം അവസാനിക്കുകയാണ്. രാമായണ പാരായണത്തിൻ്റെയും നാലമ്പല ദർശനത്തിൻ്റെയും പുണ്യനാളുകളും ഇവിടെ പൂർണ്ണമാവുകയാണ്. കർക്കിടകത്തിൻ്റെ ഭക്തിസാന്ദ്രമായ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ച് ഇനി പൊന്നിൻ ചിങ്ങമാസത്തെയും ഓണത്തിൻ്റെ സന്തോഷനാളുകളെയും വരവേൽക്കാം. അടുത്തൊരമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായി ഡിവൈൻ ട്രെയിൽസ് വീണ്ടും യാത്ര തുടരുകയാണ്.